പരിശുദ്ധവും പരിപാവനവുമായ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. 1446 ഹിജ്റ വർഷം വിട പറഞ്ഞ് 1447 ഹിജ്റ വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, ഒരു പുതുവർഷം മുഹറം നമ്മിലേക്ക് പിറവിയെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് തന്ന ആയുസ് വെറുതെ തിന്ന് കുടിച്ച് രസിച്ച് രമിച്ച് ആനന്ദിച്ച് ജീവിക്കലല്ല. പിന്നെയോ ഈ വരുന്ന മുഹറം മാസത്തിൽ നമുക്ക് കഴിഞ്ഞു പോയ പാപങ്ങളെ ഓർത്ത് ഖേദിച്ചു മടങ്ങുവാനും നാം ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയും നാം ഒരുപാട് മുന്നിൽ നിൽക്കൽ, പരിശ്രമിക്കൽ നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ തുടങ്ങി ശ്രദ്ധിക്കേണ്ട 10ഓളം കാര്യങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുക. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും ഇരു കൂട്ടർക്കും അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങൾ എല്ലാവരും എത്തിയില്ലേ? എല്ലാവരും നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അൽഹംദുലില്ലാഹ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. അങ്ങനെയാണ് ഇതുവരെയും അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇനിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. പരിശുദ്ധമായ മുഹറം, അതായത് പുതിയൊരു വർഷം 1447 ഹിജ്റ വർഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. നമുക്ക് ഒരുക്കി വെക്കേണ്ട പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഒരു പുതിയ വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കേരളീയരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം 29 പൂർത്തിയാകുന്നത് വ്യാഴാഴ്ചയാണ്. ഈ വരുന്ന വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അഥവാ 27-ാം തീയതി ഇൻഷാ അല്ലാഹ് 26 വ്യാഴാഴ്ച മഗ്രിബോടുകൂടി എന്തുണ്ടാകും? സൂര്യൻ അസ്തമിച്ച് പിറ കണ്ടാൽ വെള്ളിയാഴ്ച മുഹറം 1 വെള്ളിയാഴ്ച പകൽ. അതല്ല, വ്യാഴാഴ്ച പിറ കണ്ടില്ല എങ്കിൽ വെള്ളിയാഴ്ച 30 പൂർത്തിയാക്കി ശനിയാഴ്ച എന്തായി? മുഹറം 1. മനസ്സിലായില്ലേ? വരുന്ന വ്യാഴാഴ്ച രാത്രി പിറ കണ്ടാൽ വെള്ളിയാഴ്ച മുഹറം 1. പിറ കണ്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച 30 പൂർത്തിയാക്കി നമ്മൾ ശനിയാഴ്ച മുഹറം 1. ഇതാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം മുഹറം 1 തീരുമാനിക്കപ്പെടുക. അപ്പോൾ നമ്മുടെ വ്യാഴാഴ്ച രാത്രി സൂര്യൻ അസ്തമിച്ചപ്പോൾ ഉസ്താദുമാരൊക്കെ അറിയിപ്പ് വന്നു, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിപ്പ് വന്നു. നമ്മുടെ ഗ്രൂപ്പുകൾ, പല ഗ്രൂപ്പുകളുണ്ട്, പല ചാനലുകൾക്ക് പല ഗ്രൂപ്പുകളാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, മെസ്സേജ് വന്നു, പിറ 1. നമ്മൾ പിറ കണ്ടില്ല, ചന്ദ്രനെ കണ്ടില്ല, നമുക്ക് വെളിയിറങ്ങി നോക്കിയിട്ട് നമ്മൾ കണ്ടില്ല. എന്നാലും പിറ കണ്ടു എന്നറിഞ്ഞാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ചൊല്ലേണ്ട ദുആയാണ്. പിറ കാണുമ്പോൾ ചൊല്ലേണ്ട ദുആ ഏതാണ്? ആ ദുആ അതാണ് ഈ കാണിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു ഖൈരിൻ വറുഷ്ദ്. ഒന്നുകൂടി പറയാം. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു ഖൈരിൻ വറുഷ്ദ് എന്ന ഈ ദുആ നമ്മൾ പറയുക. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പിറ കാണുമ്പോൾ ചെയ്യാനുള്ള ദുആ നമ്മൾ ചെയ്യുക. രണ്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധമായ തൗബ ചെയ്യുന്നവരായിരിക്കുക. ഈ വർഷത്തിന്റെ അവസാനം ദുൽഹിജ്ജ 1446 ദുൽഹിജ്ജ മാസത്തിന് 29 വിട പറയും, അല്ലെങ്കിൽ 30 വിട പറയുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ തൗബയോടുകൂടി യാത്രയാക്കുക. ഒരു പുതുവർഷത്തെ തൗബയോട് സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങൾ, നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബയുടെ ഒരു വീഡിയോ വെക്കണം. അതുപോലെ വരും വീഡിയോ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പറഞ്ഞു തരാം. ഇന്ന് അതിലേക്ക് ഞാൻ കിടക്കില്ല. തൗബ നമുക്ക് എല്ലാവർക്കും ഒരു തൗബ അറിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന കൽബിൽ തട്ടി പറയാ തൗബയാന്നേ. അല്ലാഹ് എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് എന്ന കൽബിൽ തട്ടി തൗബയുടെ ഷർത്തുകളും ഫർളുകളും പാലിച്ച് നിങ്ങൾ പറഞ്ഞാൽ അതും തൗബയാണ്. തൗബയുടെ യഥാർത്ഥ പദങ്ങൾ തന്നെ പറയണമെന്നില്ല. കൽബിലേക്ക് റബ്ബ് നോക്കുക. അതുകൊണ്ട് പദത്തിലേക്കുള്ള റബ്ബ് നോക്കുക. കൽബാണ് റബ്ബിലേക്ക് സമർപ്പിക്കേണ്ടത്. അപ്പൊ രണ്ടാമത് തൗബ ചെയ്ത് മടങ്ങുന്നവരാവുക. ഞാൻ വിശദീകരിക്കുന്നില്ല, വേഗം പറഞ്ഞു പോവാം. മൂന്നാമത് നാം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ പരിശുദ്ധമായ മുഹറത്തിന്റെ 1 നോമ്പുകാരാവാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദേ വ്യാഴാഴ്ച പിറ കണ്ടാൽ വെള്ളിയാഴ്ച 1 അപ്പൊ വെള്ളിയാഴ്ച നോമ്പെടുക്കാൻ പാടില്ലല്ലോ. പക്ഷെ മുഹറത്തിൽ വെള്ളിയാഴ്ച 1 ആയി വന്നാൽ നോമ്പെടുക്കൽ കുഴപ്പമില്ല. അല്ലാത്ത മാസങ്ങളിലാണെങ്കിൽ, അല്ലാത്ത വെള്ളിയാഴ്ചകളിൽ മാത്രം നോമ്പെടുക്കൽ പാടില്ല. ഒന്നുകിൽ വ്യാഴവും വെള്ളിയും നോമ്പെടുക്കുക, അല്ലെങ്കിൽ വെള്ളി ശനി നോമ്പെടുക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ, മാസങ്ങളിലാണെങ്കിൽ, മുഹറത്തിലാണെങ്കിൽ നമ്മൾ 1 മുതൽ 10 വരെ നോമ്പെടുക്കുക എടുക്കലാണല്ലോ. ഇനി അതല്ല, മുഹറത്തിന്റെ മറ്റു ദിവസങ്ങൾ 10 ദിവസം കഴിഞ്ഞു ഒരു 15ഉം 16 ആക്കുമ്പോൾ വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കാൻ പറ്റൂല. ഒന്നുകിൽ വ്യാഴം വെള്ളി നോമ്പെടുക്കണം, അല്ലെങ്കിൽ 1 മുതൽ 30 വരെ നോമ്പെടുക്കുന്നവരായിരിക്കുക, അല്ലെങ്കിൽ വെള്ളിയും ശനിയും നോമ്പെടുക്കുന്നവരായിരിക്കുക. തനിച്ചതായ നിലയിൽ വെള്ളിയാഴ്ച മാത്രം മുഹറം 1 മുതൽ 10 വരെയാണെങ്കിൽ പ്രശ്നമില്ല. ഒന്നാമത്തെ ദിവസം മുഹറം 1 വെള്ളിയാഴ്ച, അന്ന് നോമ്പെടുക്കാം. ഒരു വർഷത്തിന്റെ ആദ്യം നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോൾ അള്ളാന്റെ മാലാഖമാർ അള്ളാന്റെ അർശിന്റെ മുകളിൽ രേഖപ്പെടുത്തി വെക്കുമെന്നാണ് നമ്മുടെ പേര്. അള്ളാഹു അങ്ങനെ അമൽ
ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഒന്നാമത് എന്നോടും ഞാൻ പറയാണ്, രണ്ടാമതിന്റെ പ്രിയപ്പെട്ട നിർബന്ധമല്ല. ഏത് കിതാബിൽ പറഞ്ഞു ഉസ്താദെ ഈ മുഹറത്തിന് വലിയ ശ്രേഷ്ഠതയില്ലല്ലോ, നിങ്ങളിങ്ങനെ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി വലിയ വർത്താനം പറയണമല്ലേ, ആളുകൾ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചില കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓടി വരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നിങ്ങൾ ആ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളും. കമന്റ് ചെയ്യണം, ഇപ്പോൾ വാടകയൊന്നും കൊടുക്കണ്ടല്ലോ. പക്ഷെ മുത്തുനബി തങ്ങളുടെ വാക്കല്ലേ, റസൂലുള്ളാഹിന്റെ ഹദീസല്ലേ, മുഹറം അല്ലാഹ് ആദരിച്ച മാസമല്ലേ. അപ്പോൾ ഒരു വർഷത്തിന്റെ ആദ്യത്തെ നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നല്ലൊരു ഏതൊരു കാര്യത്തിന് തുടക്കം നന്നാകണമല്ലോ. അപ്പൊ നോമ്പുകാരായിട്ട് ആ വർഷത്തെ സ്വീകരിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. അത് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആദ്യത്തെ ദിവസം നിങ്ങൾ നോമ്പെടുത്താൽ, മുഹറം 1 അന്ന് നോമ്പെടുത്താൽ 50 വർഷത്തെ പാപം അല്ലാഹ് പൊറുക്കുമെന്നാണ്. അതായത് ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനവും മുഹറം മാസത്തിന്റെ ആദ്യ ദിവസവും നിങ്ങൾ നോമ്പെടുത്താൽ 50 വർഷത്തെ പാപം പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അതുമാത്രമല്ല മുഹറം 1 മുതൽ 10 വരെ പരിശുദ്ധമായ ഖുർആനിൽ ഫജ്ർ എന്ന സൂറത്തുണ്ട്, സൂറത്തുൽ ഫജ്ർ. നമ്മളൊക്കെ ദുൽഹിജ്ജ മാസത്തിൽ ഓതിയവരാണ്. വൽ ഫജ്ർ വലയാലിൽ അശ്ർ, 10 ദിനരാത്രങ്ങൾ. അത് മുഹറത്തിന്റെ ആദ്യ 10 ആണെന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. മഹദിയായ ആയിഷ ബീവി പറയാണ്, മുഹറം 1 മുതൽ 10 വരെ എന്റെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, പാപ്പമാരെ, ആർക്കെങ്കിലും 10 ദിവസം നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ നബി തങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷ ബീബി ഞങ്ങളുടെ ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ? അവൻ സ്വർഗത്തിലൊരു ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന മഹദിയായ ആയിഷ. സ്വർഗത്തിൽ അവൻ ഇരിപ്പിടം ലഭിക്കുമെന്നല്ല, ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അത്ര പ്രതിഫലമുള്ള രാവുകളാണ് നമ്മിലേക്ക് കടന്നു വരിക. അവ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ കുറവൊന്ന് പിറകണ്ട ചൊല്ലേണ്ട ദുആ ചെയ്യുക. രണ്ടാമത് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. മൂന്നാമത്തത് 1-ാമത്തെ ദിവസം നോമ്പുകാരായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കാൻ നിർബന്ധമില്ല, കഴിയുന്നവരൊക്കെ ഒന്ന് എടുക്കിൻ, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. 4-ാമത്തത് നമ്മൾ ഇബാദത്തിൽ കൃത്യമാവുക. നമ്മൾ നിസ്കരിക്കും, എപ്പോഴാ തോന്നുമ്പോഴാണ് നിസ്കരിക്കണേ. ളുഹർ അസർ ഒരുമിച്ച് നമ്മൾ നിസ്കരിക്കണേ, അല്ലേ? അസറും മഗ്രിബ് ഒറ്റ ഒന്നുമില്ല നിസ്കരിക്കണേ, ഇശ പിന്നെ നിസ്കരിക്കണം. അങ്ങനെയല്ല, കൃത്യമായി ഇബാദത്തിൽ കൃത്യത പാലിക്കുക, നമസ്കാരങ്ങൾ ഖളാ ആകാതെ ശ്രദ്ധിക്കുക. ഇബാദത്തിന്റെ വിഷയത്തിൽ ഫർള് മാത്രമല്ല, സുന്നത്ത്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ നാളെ സ്വർഗത്തിൽ ഇരിപ്പിടം വേണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ഫർള് മാത്രം നിസ്കരിച്ചാൽ പോരെന്നല്ല, പിന്നെയോ നീ സുജൂദ് അധികരിപ്പിക്ക് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്ക്, നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പോകാമെന്ന് മഹാരഥന്മാർ. അപ്പൊ സുന്നത്തുകൾ അധികരിപ്പിക്കുക, ഫർളുകൾ അധികരിപ്പിക്കുക, ഇബാദത്തിന്റെ വിഷയത്തിൽ കണിശതയുള്ളവരാവുക. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. 5-ാമത് ദിക്റുകൾ അധികരിപ്പിക്കുക. എത്രയോ ദിക്റുകൾ, ഖുർആൻ പറഞ്ഞ ദിക്റുകൾ, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അങ്ങനെ തുടങ്ങിയ എത്രയോ അറിയാവുന്ന ദിക്റിന് അതൊന്നും അറിയില്ല ഉസ്താദെ. സുബ്ഹാനല്ലാഹ് അറിയാലോ, അൽഹംദുലില്ലാഹ് അറിയാലോ, അല്ലാഹു അക്ബർ അറിയാലോ, അസ്തഗ്ഫിറുല്ലാഹ് അറിയാലോ. ഇതൊക്കെ ചൊല്ലിയാൽ മതി. ഇതൊക്കെ ദിക്റാണ്. ഇതൊന്നും അറിയില്ല, അല്ലാഹ് അതും ദിക്റാണ്. ഇതൊക്കെ സ്വലാത്ത്, അതൊരു ദിക്റാണ്. ഇതൊക്കെ നമുക്ക് ചൊല്ലാം. ദിക്റുകൾ നമ്മൾ ധാരാളം ചൊല്ലി ഈ മുഹറം മാസത്തെ സ്വീകരിക്കുക. അതുപോലെ 6-ാമത്തെ ദുആ നമ്മൾ സ്വീകരിപ്പിക്കുക. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്, ദിവസങ്ങളാണ് പരിശുദ്ധമായ മുഹറമിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ദുആ നമ്മൾ അധികരിപ്പിക്കുക. അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വജ്രായുധമാണ് ദുആ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പിറകണ്ടാൽ ഒരു വർഷത്തിന്റെ ആദ്യം ചൊല്ലാനുള്ള പ്രാർത്ഥന 3 വട്ടം ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ്, വർഷത്തിന്റെ ആദ്യം താഴെ കൊടുക്കുന്ന പ്രാർത്ഥന, നമ്മൾ ഈ പറയുന്ന പ്രാർത്ഥന സ്ക്രീനിൽ കാണിക്കാൻ പോകുന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ പിശാചിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ, ഒരു വർഷത്തിൽ അവന് പിശാചിൽ നിന്ന് കാവല് ലഭിക്കാൻ 2 മലക്കുകളെ അവൻ അള്ളാഹു നിയോഗിച്ചു കൊടുക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാരഥന്മാർ ഇത് നിത്യമായി ചെയ്തിരുന്നതായി കൻസുൻ നജാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇത് മുടക്കിയിട്ടില്ല, നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഏതാണ് ആ ദുആ? കണ്ട് വായിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العميم المؤول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഉസ്താദേ, ഇത് വലിയ ദുആണല്ലോ, വലിയ ദുആയാണ്. കാണാതെ പഠിക്കണ്ട, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പിറ കാണുമ്പോൾ മൊബൈലിൽ വീഡിയോ അങ്ങോട്ട് ഓണാക്കുക, എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ദുആ അങ്ങോട്ട് ചൊല്ലാം. ഒരു പ്രശ്നമില്ല, കാണാതെ പഠിക്കണ്ട. ഹാഫിളീങ്ങളൊന്നുമല്ലല്ലോ നമ്മൾ, ഒറ്റ തവണ കേൾക്കുമ്പോൾ തന്നെ കാണാതെ പഠിക്കാം. എനിക്കും കാണാതെ അറിയില്ല,
പറയണോണ്ട് നിസ്ഫുൽ ഇൽമു ലാ അദ്രി എന്നല്ലേ, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയണം. എനിക്കും കാണാതെ അറിയില്ല, നമുക്ക് കണ്ടുപോതാം, പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ദുആ നമ്മൾ എന്ത് ചെയ്യുക, 3 വട്ടം നമ്മൾ ചൊല്ലുക. ഇബ്ലീസ് രക്ഷ നേടാൻ 2 മലക്കുകളെ നിയോഗിക്കുമെന്നാണ്. ദുആകൾ അധികരിപ്പിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കുക. ലോക മുസ്ലിമീങ്ങൾ, ഫലസ്തീനിലെ മക്കൾ, പ്രവാസികളൊക്കെ വലിയ ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ആളുകൾ വല്ലാതെ ഭീതിയിലാണ്. അള്ളാഹു രാജ്യത്തെ ലോകത്തെല്ലാം അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാജ്യത്തിന് വേണ്ടി ലോക മുസ്ലിമീങ്ങൾ കൊണ്ട് ദുആരക്കുക. 7ാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം 360 ആയത്തുൽ കുർസി ഓതി തീർക്കുക. രാവിലും പകലിലുമായിട്ട് ഓതി തീർത്താൽ മതി. ഉസ്താദെ കഴിയുന്നവർ ഓതി അള്ളാഹു സ്വീകരിക്കുക. അതിന് കഴിയില്ല 100 എണ്ണം, അതിനും കഴിയില്ല 11 എണ്ണമെങ്കിൽ ഒരു ബറക്കത്തിന് ഓതാൽ ആയത്തുൽ കുർസി ഇൻഷാ അല്ലാഹ്. അതുപോലെ 113 ബിസ്മി ഇൻഷാ അല്ലാഹ്. നാളത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് 360 ആയത്തുൽ കുർസി എങ്ങനെ ഓതണം, എപ്പോഴോതണം, ഏതൊക്കെ രീതിയിൽ ഓതണം എന്നാണ്. അതുപോലെ 113 ബിസ്മി ഓതേണ്ടത് എങ്ങനെ, ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ. കഴിഞ്ഞ വർഷം ഓതിയ പേപ്പർ വീട്ടിരിപ്പുണ്ട് ഉസ്താദെ, അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം വിശദമായി ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ചർച്ച ചെയ്യും. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. അള്ളാഹു ഭാഗ്യം തരട്ടെ. 9ാമത്തെ കാര്യം, ഈ മുഹറം മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കി വെക്കേണ്ട 9ാമത്തെ കാര്യം, നമ്മളിൽ പലരും പിണക്കമുള്ളവരാണ്, പലരോടും പിണങ്ങിയിരിക്കുന്നുണ്ട്. അത് പുറമേ പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് വെറുപ്പുണ്ടാകും. പൊരുത്തം ചോദിക്കണം. ഇനി ഒരു ആയുസ് നമുക്ക് ബാക്കിയില്ലേ, നമുക്ക് എപ്പോഴാണ് മരിക്കാൻ അറിയില്ലല്ലോ. പിണക്കം ആരോടാ, അതുകൊണ്ട് പിണക്കം മാറ്റുക. 10ാമത് ചെയ്യാനുള്ള കാര്യം, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് എല്ലാ നിസ്കാരവും കൃത്യമാക്കണം. ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി തന്നെ പുരുഷന്മാർ ഉപ്പമാരെ നിയത്തി വെക്കുക, എനിക്ക് നിസ്കരിക്കണം ഉസ്താദ്, ഇൻഷാ അല്ലാഹ് എനിക്ക് നന്നാകണം. ഉമ്മമാരെ ബാങ്ക് വിളിച്ചാൽ എത്ര അടുക്കള ജോലി കിടന്നാലും അവല് വക്കത്തിൽ തന്നെ നിസ്കരിക്കും ഉസ്താദ് എന്ന് തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കണം, എനിക്കൊരാഗ്രഹം. നിയത്ത് വെക്കാൻ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ നിയത്ത് വെച്ചു, രാത്രി അങ്ങ് മരണപ്പെട്ടു, അതിന്റെ പ്രതിഫലം നമുക്ക് തരും. അതാണ് അല്ലാഹ്. നമ്മളിപ്പോ ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തെ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉസ്താദ്, ഞാൻ നിയത്ത് വെക്കാണ്. പക്ഷെ നമുക്ക് മുഹറം പിറ കാണുന്നതിന് മുമ്പ് നമ്മളങ്ങ് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ഖിയാമത്ത് നാൾ വരെ മുഹറത്തിൽ നമ്മൾ നോമ്പെടുത്ത തിങ്കളും വ്യാഴം നോമ്പെടുത്ത കൂലി അല്ലാഹ് തരും. ഇനി നമ്മൾ തിരിയാണ്, എനിക്ക് എന്തായാലും മുഹറത്തിൽ എനിക്ക് നല്ല നോമ്പെടുക്കാനൊന്നും വയ്യ, അല്ലെങ്കിൽ ഞാൻ മുഹറത്തിൽ തെറ്റ് ചെയ്യാൻ മനസ്സിൽ കരുതി, തെറ്റ് ചെയ്തില്ല, അല്ലാഹ് ശിക്ഷിക്കൂല. അതാണ് റബ്ബ്, അതാണ് പടച്ചോനും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിൽ കരുത്, അല്ലാഹ് പ്രതിഫലം തരും. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഈ 10ഓളം കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ, സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം, യാസീൻ പാരായണം ചെയ്യണം, ഇഖ്ലാസ് പാരായണം. ഇതൊക്കെ രാവുകളിൽ പകലുകൾ അധികരിപ്പിക്കേണ്ട ദുആയും ഖുർആനിക പാരായണങ്ങളുമാണ് ഇൻഷാ അല്ലാഹ്. വരും ദിവസങ്ങൾ ബാക്കി വീഡിയോ നമ്മൾ ചെയ്യും. ഈ 10 കാര്യങ്ങൾ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുക, പിറ കാണുമ്പോൾ ചൊല്ലുക, അതുപോലെ നോമ്പെടുക്കുക, തൗബ ചെയ്യുക, ഇബാദത്ത് കൃത്യമാക്കുക, വിക്റുകൾ അധികരിപ്പിക്കുക, ദുആ അധികരിപ്പിക്കുക, 360 ആയത്തുൽ കുർസി ഓതാൻ കഴിയുമെങ്കിൽ ഓതുക, 113 ബിസ്മി എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക, പിണക്കം മാറ്റുക, അതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഈ 10ഓളം കാര്യങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ അള്ളാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു മുഹറം വരുമോ നമ്മൾ അറിയില്ല, നമ്മൾ ഈ മുഹറത്തിൽ തന്നെ എത്തുമോ അറിയില്ല. നിയത്ത് വെക്കിൻ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിയത്ത് വെക്കിൻ എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ച് ഒന്ന് കമന്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉസ്താദെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് കമന്റ് ചെയ്യും. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. നീട്ടിപ്പരത്തി നിങ്ങളെ വെറുതെ ഇരുത്തി സമയം കളയണില്ല. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആയത്തുൽ കുർസിയുടെയും ബിസ്മിയുടെയും ഒക്കെ വീഡിയോ നമുക്ക് ചെയ്യണം. തൗബയുടെ വീഡിയോ നമുക്ക് ചെയ്യണം. മുഹറത്തിന്റെ മഹത്വം നമുക്ക് ചെയ്യണം. ആശൂറയിന്റെയും താസുആഇന്റെ ഒക്കെ മഹത്വം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് ഈ ചാനലിലൂടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്ലിസിന്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കമന്റിലൂടെ നിങ്ങൾക്ക് കാണാം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.